Hello friends, this is Leo Kurian from INVESTDOM. Welcome to Daily Market Wrap-up program. മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അതേ രീതിയിൽ തന്നെയാണ് ഇന്നും മാർക്കറ്റ് ബിഹേവ് ചെയ്തത്. നമ്മൾ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഡൗൺ സൈഡാണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് മാർക്കറ്റ് ഓപ്പണായി. അതിനുശേഷം ഒരു ഫേക്ക് റാലി റീറ്റെയിലേഴ്സിനൊക്കെ അകത്തേക്ക് കയറ്റാനായിട്ട് പതുക്കെ മാർക്കറ്റ് മുകളിലേക്ക് കയറി. അതിനുശേഷം വീണ്ടും സെല്ലിങ് വന്നു. അത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതുക്കെ ഓഫ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ മാർക്കറ്റ് സെല്ലിങ് വന്ന് മാർക്കറ്റ് ഡൗൺ ആയിട്ട് അവസാനിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് മാർക്കറ്റ് ഇപ്പോൾ മൊത്തത്തിൽ ട്രെൻഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും മാർക്കറ്റ് എന്താണ്, ഒരു ബുള്ളിഷാണ്. പിന്നെ മാർക്കറ്റ് കയറാൻ ഇപ്പോൾ എവിടെ നോക്കിയാലും മാർക്കറ്റ് ബുള്ളിഷാണ്. കയറാനുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ, കേൾക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു മാർക്കറ്റിൽ ഒരു സെല്ലിങ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സെല്ലിങ് തുടങ്ങാൻ ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് ഏറ്റവും നല്ല സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവരും എന്താണ് പോസിറ്റീവാണ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ചെറിയ ഡൗൺ സൈഡും അവർ റീറ്റെയിലേഴ്സും അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും അത് വാങ്ങാനായിട്ട് എപ്പോഴും ശ്രമിക്കും. അപ്പോൾ ആ ഒരു ഇതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ ഓഫ് ലോഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. പിന്നെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിക്സ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം കയറിയപ്പോഴായാലും വിക്സ് ഒട്ടും താഴോട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് മാർക്കറ്റ് കയറുന്ന സമയത്തായാലും വിക്സ് കയറുകയായിരുന്നു ചെയ്തത്. മാർക്കറ്റ് താഴ്ന്നപ്പോഴും വിക്സ് ഇന്ന് ഏതാണ്ട് 4% കയറിയാണെന്ന് വിക്സ് ക്ലോസ് ചെയ്ത്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സം അൺസർട്ടനിറ്റി ഇസ് ദെയർ ഇൻ ദ മാർക്കറ്റ്. അതാണ്. അപ്പോൾ നമ്മൾ കാണുന്നില്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻസിൻ്റെ ആക്ടിവിറ്റി കൂടുമ്പോഴാണ് വിക്സ് കയറുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത് 18,400 ലെവലാണ്. ഈ ഏത് സൈഡാണ് ബ്രേക്ക് ചെയ്യുന്നത്? ഇപ്പം ആ സൈഡ് നന്നായിട്ട് കയറി പോകാൻ സാധിക്കും. ഇപ്പോൾ ഇനി ഈ 18,400 ഒരു മാർക്കറ്റ് കയറാണ് ഉദ്ദേശമെങ്കിൽ മാർക്കറ്റ് കയറുന്നതിന് മുമ്പ് അതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ഡൗൺ സൈഡ് വന്നതിന് ശേഷമായിരിക്കും പിന്നത്തെ ഒരു വരവിലായിരിക്കും ചിലപ്പോൾ 18,400 എന്ന ആ ലെവൽ, റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത. ഇനി 18,000 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകാൻ, നന്നായിട്ട് താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇപ്പോഴത്തെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ മാസം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു നിഫ്റ്റിയുടെ ക്ലോസിങ് എന്ന് പറയുന്നത്, ഈ മാസം ഈ എക്സ്പയറി അല്ല, ഈ മാസത്തെ ക്ലോസിങ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു 18,000-നും 18,100-നും ഇടയിലാണ്. അറിയില്ല, നമ്മളൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിരിക്കുന്നതാണ്. ആ രീതിയിലാണ് നമ്മുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത മാസം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ മാസത്തെ ക്ലോസിങ് കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടി കിട്ടുക. അപ്പോൾ അതനുസരിച്ചുള്ള പ്ലാനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.